ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടാൽ ഇന്ത്യയുടെ മറുപടി എന്താകും? ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറണമെന്ന കരാർ നിലവിലുണ്ടെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിൽ ഇത് ബാധകമല്ലെന്ന വ്യവസ്ഥയാണ് ചർച്ചകളിൽ നിറയുന്നത്. ട്രൈബ്യൂണലിന്റെ വിധി ഏകപക്ഷീയമാണെന്ന അഭിപ്രായം ഇന്ത്യ പങ്കുവയ്ക്കുമോ എന്നതാണ് നിർണായകം. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇന്ത്യയുടെ മറുപടി എന്താകുമെന്ന് തന്നെയാണല്ലേ? ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ മറുപടി എന്താകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ ഒരു ഉറപ്പുണ്ട്. കാരണം ഷെയ്ഖ് ഹസീനയെ ഒരിക്കലും ഇന്ത്യ ബംഗ്ലാദേശിന് വിട്ടു നൽകാൻ, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിന്റെ താല്പര്യമനുസരിച്ചുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. അത് നീതിപൂർവമല്ല എന്നുള്ള കാര്യം UN-ഉം ഷെയ്ഖ് ഹസീനയും ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യ ഒരിക്കലും ഷെയ്ഖ് ഹസീനയെ ഒരു വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശിന് കൈമാറുമെന്ന് കരുതാൻ വയ്യ. കാരണം ഷെയ്ഖ് ഹസീനയെ 2024 ഓഗസ്റ്റ് 5-ന് ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ ഇന്ത്യയാണ് അഭയം നൽകിയത്. അക്കാലം മുതൽ തന്നെ ഇന്ത്യയിൽ തുടരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇന്ത്യയുമായും ശക്തമായ ബന്ധമാണുള്ളത്. 1975-ൽ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് കൊല്ലപ്പെടുന്ന സമയത്ത് പോലും ഷെയ്ഖ് ഹസീനയ്ക്കും സഹോദരങ്ങൾക്കും ഇന്ത്യയാണെന്ന് അഭയം നൽകിയത്. അതുകൊണ്ട് തന്നെ അവാമി ലീഗ് അധികാരത്തിലെത്തുന്ന കാലം മുതൽ തന്നെ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ഒരിക്കലും ബംഗ്ലാദേശിന് വിട്ടു നൽകാൻ തയ്യാറാകുമെന്ന് കരുതാൻ വയ്യ. അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏറ്റവും തൊട്ടടുത്തുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്, അയൽ രാജ്യമാണ്. ഈ അയൽ രാജ്യവുമായി പിണങ്ങാൻ ഇന്ത്യക്ക് താല്പര്യമില്ല. പക്ഷേ വളരെ നയതന്ത്രപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ICTയുടെ വിധി വന്നതിന് പിന്നാലെ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ പറയുന്നത് ICTയുടെ വിധി കണ്ടു, അത് ശ്രദ്ധിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണം, അതായത് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഇടപെടലുകൾ മാത്രമേ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവൂ എന്നുള്ള ഒരു സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. ആ ഒരു സമീപനത്തിൽ, ആ ഒരു മറുപടിയിൽ തന്നെ ഇന്ത്യ ഒരു സൂചന നൽകുന്നുണ്ട് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുന്നതിന്. കാരണം ബംഗ്ലാദേശിലെ സർക്കാർ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരല്ല, അവിടുത്തെ പ്രതിപക്ഷം ഇടക്കാല സർക്കാരായി കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമെന്ന് പറയുന്നത് ജനങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള വിധിയല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ സൂചന. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുമെന്ന് കരുതാൻ വയ്യ. എന്നിരുന്നാലും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി ഇന്ത്യക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട്. അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇന്ത്യക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എത്രയും വേഗം ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം. രാജ്യത്തിൻ്റെ നീതി അനുസരിച്ച്, അവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട ആളാണ് ഷെയ്ഖ് ഹസീന. അതുകൊണ്ട് തന്നെ അവരെ ബംഗ്ലാദേശിന് തിരികെ നൽകണം. അവിടുത്തെ നീതി നടപ്പാക്കാൻ ഇന്ത്യ ഒപ്പം നിൽക്കണം. ഇന്ത്യയുമായിട്ടുള്ള സഹകരണം നല്ല രീതിയിൽ പോവുകയാണ്. അത് ഷെയ്ഖ് ഹസീനയെ തടഞ്ഞു വെച്ചുകൊണ്ട് അത്തരത്തിലൊരു ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാതെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത് ഊഷ്മളമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്നുള്ളതാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നുള്ള നിലപാട്. എന്തായാലും ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഇന്ത്യ കൃത്യമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ അറിയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.